രാധമ്മേ വരുന്നു. ഒന്നും വേഗം വന്നേടി. ഇയാൾ എന്തോ നീ ചാവാൻ പോണത് പോലെ കിടന്ന് അലറുന്നത്? എന്തോ കാര്യമുണ്ടല്ലോ. എടി രാധേ, എന്താ വേണുവേട്ടാ? എടി രാജു മോളോ നിന്നെ വിളിച്ചോ? ഇല്ല, എന്നെ ആരും വിളിച്ചില്ല. എന്നാ അവരെന്നെ വിളിച്ചു. എടി ആ കീടനാശിനി അംബിക ലോകപ്പിന്ന് ഇറങ്ങിന്ന്. ദൈവമേ, യോ നമ്മുടെ ആള് പുറത്തിറങ്ങിയോ? 10 കാശ് കൈ വരണമെങ്കിൽ അംബിക പുറത്തിറങ്ങണം. എന്റെ ബാങ്കാണ് അവള്. ഇറങ്ങി ഉടനെ തുടങ്ങുമല്ലോ ശല്യം വേല വെപ്പ്. പിള്ളേർക്കിന് ഒരു സ്വസ്ഥയും കൊടുക്കില്ലല്ലോ. ഒരാളുടെ നാശം കാണാനുള്ള ആഗ്രഹം കൊണ്ട് പറയണതല്ല, എല്ലാവർക്കും നന്മ വരണേന്നാ നമ്മൾ പ്രാർത്ഥിക്കാറ്. പക്ഷേ ശത്രുത തോന്നുന്ന ആരെയും ഉപദ്രവിക്കുന്ന ഇവളെ കുറിച്ച് അങ്ങനെയല്ലേ ചിന്തിക്കാൻ പറ്റൂ? അല്ല, ഇത്ര ഭയങ്കര കുറ്റം ചെയ്ത ഈ സ്ത്രീയെ പോലീസ് എങ്ങനെ വെറുതെ വിട്ടു? വർമ്മ സാറ് ഇടപെട്ടൂടി. കുറ്റം ചെയ്ത അമ്പിയല്ല സാറാണെന്ന് സാറ് പോലീസിന്റെ അടുത്ത് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളൊന്നും എനിക്കറിയാൻ പാടില്ല. അതിനൊക്കെ ഇനി പിള്ളേര് തന്നെ. ആ നെറുകെട്ട സ്ത്രീ കുറെ നാൾ അകത്ത് കിടന്നിരുന്നെങ്കിൽ കുറച്ച് സമാധാനം ഉണ്ടാവുമായിരുന്നു. അംബിക ഭയങ്കരിയൊക്കെ തന്നെ സമ്മതിച്ചു. പക്ഷെ അവക്കൊരു മനസാക്ഷിയുണ്ട്. നിങ്ങളല്ലെങ്കിലും അവരുടെ ആളാണല്ലോ. അവരായിട്ട് ചേർന്ന് പല തരികടകളും നടത്തിയിട്ടുണ്ടോന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണകളാണ്. ഈ പാൽക്കാരി അംബിയെ എനിക്ക് പണ്ട് കണ്ണെടുത്താ കണ്ടുകൂടായിരുന്നു. പിന്നെ അവള് മന്ത്രിയായെന്ന് അറിഞ്ഞപ്പോഴാ ഞാൻ അന്തം വിട്ടുപോയത്. അയ്യോ, ചാണകമാരി നടന്നവള് മന്ത്രിയായെങ്കിൽ അത് അവളുടെ കഴിവ്. മിടിക്കുകയാണ് അവള്. മിടിക്കുകയാണെങ്കിൽ നിങ്ങൾ എടുത്ത് മടിയിൽ വെച്ചോ. സത്യം ഞാൻ പറയാലോ. സത്യം പറയുന്ന കാര്യത്തിൽ എനിക്ക് ഈശനും ബ്രഹ്മനും ഇല്ല. അംബിക മഹാദ്രോഹിയായിരിക്കും, സമ്മതിച്ചു. പക്ഷെ 10 കാശുണ്ടാക്കാൻ അവളെ കഴിഞ്ഞേ ഉള്ളൂ. ഇവർക്കൊക്കെ കാശുണ്ടാക്കാൻ മതിയല്ലോ, മനുഷ്യത്വം വേണ്ടല്ലോ. കാശുള്ളവർക്ക് എന്തിനാ വേണു ആശാനെ മനുഷ്യത്വം? അംബിക നിന്നൊന്ന് കറങ്ങിയാ മതി. കാശിന്റെ പെരളിയാ. നിങ്ങൾ അവളുടെ കയ്യിൽ നിന്ന് കുറെ കമഴ്ത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. യാ റസൂൽ, ദൈവം തമ്പുരാനാണ് സത്യം.